ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ശരത് എസ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരത്ത്, 10-22 കുടുംബങ്ങൾ നേരത്തെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിരുന്നു. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ UP സ്കൂളിൽ LP സ്കൂളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് അടുത്തുള്ള പോളിടെക്നിക് കോളേജ് കൂടി ദുരിതാശ്വാസ ക്യാമ്പായി മാറ്റുന്നു എന്നാണ് നേരത്തെ ശരത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴവിടെ ഉള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? മാധു, അതായത് ചുളിക്ക ഗവൺമെന്റ് LP സ്കൂളിൽ ആവശ്യത്തിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിലാണ് തൊട്ടടുത്ത പോളിടെക്നിക്, അതായത് മേപ്പാടി പോളിടെക്നിക്കിലേക്കാണ് ഇപ്പോൾ ഈ കുടുംബങ്ങളൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. മൊത്തം 27 കുടുംബങ്ങളാണ്, 83ഓളം ആളുകൾ ഈ ക്യാമ്പിലുണ്ട് എന്നുള്ളതാണ് നിലവിലെ കണക്ക്. പക്ഷേ ഒരുപക്ഷെ ഇനി രാത്രി കൂടി ആളുകൾ കൂടുതൽ ഉന്നതികളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ എത്താനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളൊക്കെ തന്നെ ആളുകൾ കൂടുതൽ എത്തും. നിലവിൽ ഇപ്പോൾ ഈ ക്യാമ്പിൽ എത്ര പേരുണ്ട്? ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ടോ? ഇനി കുറച്ച് പേർ അവിടെ നിന്ന് പെട്ടെന്ന് കിടക്കാൻ കഴിയാത്തവരുണ്ട്. പ്രയാസമില്ലാത്ത ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നവരുണ്ട്, അതിനപ്പുറത്തുള്ളവർ. പ്രയാസമുള്ള ആളുകളെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാമ്പിൽ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ്? ക്യാമ്പിൽ ഈ ഗവൺമെൻറ് പോളിടെക്നിക്കാണ് സൗകര്യങ്ങളാക്കുന്നുള്ളൂ. എല്ലാ സൗകര്യങ്ങളും ക്രമീകരിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് 2 പേര് വരുന്നുണ്ട്. റവന്യൂ മിനിസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് മിനിസ്റ്റർ, നമ്മുടെ MLA ഹെൽത്ത് മിനിസ്റ്ററും വരുന്നുണ്ട്. 2 പേരും ഇവിടെ എത്തും. അതുപോലെ തന്നെ രാവിലെ തൊട്ട് ICK ബാലകൃഷ്ണൻ MLA ഇവിടെ ഫുൾ ടൈം ക്യാമ്പ് ചെയ്ത് കാര്യങ്ങളുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും കാര്യങ്ങൾ എല്ലാം വരും. എല്ലാവരും കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ മന്ത്രിമാരടക്കം ക്യാമ്പിലേക്ക് വരാനുള്ള സാധ്യത പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും 27 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഒരുപക്ഷെ 35 കുടുംബങ്ങൾ എന്ന രീതിയിലേക്ക് തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ 100ഓളം ആളുകൾ ഈ ക്യാമ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും അതിനുള്ള സൗകര്യമൊക്കെ തന്നെ ഈ മേപ്പാടി പോളിടെക്നിക്കൽ കോളേജിലുണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കമുള്ള സൗകര്യങ്ങളുള്ള സാഹചര്യത്തിലാണ് ഈ കുടുംബങ്ങളെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചത്. നേരത്തെ ചുളിക്ക ഗവൺമെന്റ് LP സ്കൂളിൽ അത്തരത്തിലൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തൊട്ടിപ്പുറത്തേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. ജീപ്പ് മാർഗമാണ് അല്പസമയം മുമ്പ് ഇവരെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചത്. നിലവിൽ ഇപ്പോൾ ഈ ചുളിക്ക ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ കുടുംബങ്ങളെയും ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചു വരുന്നു. ഇവരുടെ പേരുവിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ തന്നെ എടുത്ത് ആവശ്യത്തിനുള്ള സൗകര്യം കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കമുള്ള സാഹചര്യത്തിൽ ഫുഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെ പരമാവധി തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് ഇവരുടെ ഇപ്പോൾ ക്യാമ്പിൽ തന്നെ നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മേപ്പാടി പോളിടെക്നിക്കിലാണ് ഇപ്പോൾ 27 കുടുംബങ്ങളുള്ളത്. ശരത് എസ് ആണ് വിവരങ്ങൾ നൽകിയത്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മുബഷീർ P അക്ബർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. മുബഷീർ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇപ്പോൾ ചൂരൽമല മേഖലയിലേക്കുള്ള ആളുകൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പാലം അങ്ങനെ തന്നെ മണ്ണ് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് ആളുകളെ പാലം കടത്തിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇനിയും അവിടെ ആളുകളുണ്ടോ? ആളുകൾ ഇനിയുമുണ്ട് മാധു. ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് ആളുകൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പാലത്തിലുള്ള മൺതിട്ടകളൊക്കെ തന്നെ മാറ്റിക്കഴിഞ്ഞു. ഇനി തൊട്ടപ്പുറത്ത് മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതും പൂർണ്ണമായിട്ട് നീക്കം ചെയ്താലേ ഈ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കൂ. തിരച്ചിൽ നടക്കുന്ന മേഖലയിലേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കൂ. ഇപ്പോൾ നിരവധി ആളുകളെ 2 വശങ്ങളിലേക്കായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു, അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞു. സുരക്ഷിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ആളുകളെ സുരക്ഷിതമായി മറുവശത്തേക്ക് എത്തിക്കുന്നത്. ഈ അപകടം നടന്ന മേഖലയിൽ തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അതത് മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും അവിടെ എത്തപ്പെടാൻ കഴിയാത്ത രീതിയിലുണ്ടെങ്കിൽ അവരെയും കണ്ടെത്താൻ അവിടെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടറും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മൺതിട്ടകൾ പൂർണ്ണമായിട്ടും JCB ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ്. ഏറെ നേരമായി തുടരുന്ന ശ്രമമാണ്. അതിന് സാധിക്കുന്നില്ല. കാരണം ഇത് അത്രയധികം ആഴത്തിൽ ഇത് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ JCB ഇങ്ങോട്ടേക്ക് ഉപയോഗിച്ചുകൊണ്ട് കയറി വരുന്ന കാഴ്ചയാണ്. ഇവിടെ നിൽക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരമാണ്. രക്ഷാപ്രവർത്തനം നേരിടുന്ന ദുഷ്കരം പോലെ തന്നെ ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഈ മൺതിട്ടകൾ രൂപപ്പെട്ടിരുന്ന പാലത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. ഇനി മറുവശത്തേക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെയുള്ളവയാണ് നീക്കം ചെയ്യേണ്ടത്. അതിന് കൂടുതൽ ഹിറ്റാച്ചികൾ ഈ മേഖലയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഏകദേശം 5 മണിക്കൂറിലധികമായി ഈ താഴ്ഭാഗത്ത് നിന്ന് ഈ പാലത്തിനോട് ചേർന്ന് നിന്ന് മണ്ണ് മാറ്റിയിരുന്ന ഹിറ്റാച്ചി യന്ത്രമാണ് ഇപ്പോൾ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അത് പാലത്തോട് ചേർത്തെത്തിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള മൺതിട്ടുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ കടാവർ നായകളെല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് ഹിറ്റാച്ചികൾ എത്തുന്നതിന് വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള കോൺക്രീറ്റ് പാളികൾ, അതോടൊപ്പം തന്നെ മൺതിട്ടകൾ തന്നെയാണ്. അവയെ മറികടന്നു വേണം
ഈ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ അത് വലിയ സമയമെടുക്കുന്നൊരു ദൗത്യം എന്ന് തന്നെ പറയേണ്ടി വരും. രാത്രിയേറെ വൈകിക്കഴിഞ്ഞാൽ, നേരം ഇരുണ്ടു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ബാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വെളിച്ചം, LED ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. മരങ്ങളിലൊക്കെ തന്നെ അത് കെട്ടി ദൗത്യം തുടരാനുള്ള നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ കാണാതായ 5 പേരെ കണ്ടെത്തുന്നതുവരെ അത് രാത്രിയേറെ വൈകിട്ടാണെങ്കിലും തുടരുമെന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ ചൂരൽമല ദുരന്തമുണ്ടായ പോലെയുള്ളൊരു സാഹചര്യമല്ല. ആ ഒരു ഘട്ടത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ മുകൾ ഭാഗത്തുൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പാറ കഷ്ണങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു വന്ന സമയത്ത് മറ്റൊരു ഭാഗത്തേക്ക് മാറി നിന്ന ആളുകളായിരുന്നു ആ ദുരന്തത്തിൽ നിന്നും ഇപ്പുറത്തേക്ക് രക്ഷപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മണ്ണിനടിയിലാണ് അകപ്പെട്ട് കിടക്കുന്നത്. അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ആ മൺതിട്ടകളും കോൺക്രീറ്റ് പാളികളും മരക്കഷ്ണങ്ങളും കല്ലുൾപ്പെടുന്ന അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്താൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. അത് മനുഷ്യനെ കൊണ്ട് കേവലം സാധ്യമാകുന്നൊരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം ഏറെ നേരമായി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് കൂടുതൽ വാഹനങ്ങൾ എത്തിക്കേണ്ടി വരുമെന്നുള്ളതാണ് കാഴ്ച. എന്തായാലും അത് ആ നിലയിൽ തന്നെ തുടരുന്നുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പാലത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം അത് ഏറെക്കുറെ വിജയത്തിലേക്ക് അടുത്തിട്ടുണ്ട്. അവിടെയുള്ള മൺതിട്ടകൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്തു കഴിഞ്ഞു. ഇത് കളിമൺ പോലെയുള്ള മണ്ണാണ് മാധു. അതാണ് വലിയ പ്രയാസം. അതായത് ഇടയ്ക്കിടെ പെയ്യുന്ന ചാറ്റൽ മഴയിൽ ഇത് ചെളിയായിട്ട് മാറുന്നുണ്ട്. ഇവിടെ വലിയ രീതിയിൽ അത് ചെളിയായിട്ട് മാറി ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റൊരു വശത്തേക്ക്. അതായത് മണ്ണ് നീക്കം ചെയ്ത മേഖലയിലേക്ക് ഇത് മാറ്റി നിർത്തുന്നത് അതേ രീതിയിൽ തന്നെ ഒലിച്ച് മറ്റൊരു മേഖലയിലേക്ക് മാറുന്ന കാഴ്ച, അതൊക്കെ തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹിറ്റാച്ചി, അതായത് നേരത്തെ ഇവിടെ മണ്ണെടുത്തിരുന്ന മണ്ണുമാന്തി യന്ത്രം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4-5 ഹിറ്റാച്ചികൾ ഒരു ഭാഗത്തേക്ക് എത്തിച്ചത് കടാബർ നായകൾ സ്പോട്ട് ചെയ്ത മേഖലയിലേക്ക് എത്തിച്ച് ഒരുമിച്ച് ഇത് സംഘടിതമായി തന്നെ ഒരുമിച്ച് മണ്ണെടുത്ത് മാറ്റി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയായിരിക്കും ഇനി നടത്തുക എന്നുള്ളതാണ്. സർക്കാർ പുറത്തുവിട്ട, ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് പ്രകാരം 18 പേരെ അപകടത്തിൽ കാണാതാകുന്നു. ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഇതിന്റെ മേൽനോട്ട ചുമതലക്കാർ ഈ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു അപകടത്തിൽപ്പെട്ടിരുന്നത്. അതിൽ 10 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ ആളുകളുടെ നില അത്രത്തോളം ഗുരുതരമല്ല. അവർ പരിക്കുകളൊക്കെ തന്നെ ഭേദിച്ചിട്ടുണ്ട്. അതിൽ നിലവിൽ 3 പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിൽ കണ്ടെത്താനുള്ളത് 5 പേരെയാണ്. 5 പേർക്ക് ഇപ്പോൾ ഈ കൂടുതൽ കെടാവർ നായകളെ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംഘം ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ സ്പോട്ട് ചെയ്ത മേഖലയല്ലാത്ത ഇടങ്ങളിലേക്ക് ഉൾപ്പെടെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയാകാം കൂടുതൽ നായകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായിട്ട് നാട്ടുകാർ നേരത്തെ പറയുന്നതാണ്, നിങ്ങൾ ഈ തിരയുന്ന മേഖലകളിൽ മാത്രമല്ല മറിച്ച് പലയിടങ്ങളിലായിട്ട് ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അപകടം സംഭവിക്കുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. നിരവധി ആളുകൾ ആ സമയത്തൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വയനാട് ചൂരൽമല ദുരന്തത്തിന് ശേഷം ഇവിടെയുള്ള ടൂറിസം മേഖല തുറന്നു കൊടുത്തതിനു ശേഷം നിരവധി വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഭാഗത്തു കൂടി കടന്നു പോയിരുന്നു. ആ വാഹനങ്ങൾ ഉൾപ്പെടെ മണ്ണിലടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കണമെന്ന് പറഞ്ഞതായിരുന്നു. അത് ഈ പാലത്തിലുൾപ്പെടെ, അതായത് ഈ മീനാക്ഷി പാലത്തിലുൾപ്പെടെ അത്തരത്തിലുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന സംശയം ഉൾപ്പെടെ നാട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ അത്തരമൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കെടാവർ നായകളെ ഈ അപകടം നടന്ന ഏകദേശം 800 മീറ്റർ ഇപ്പുറത്തുള്ള മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് അവയെ കൊണ്ടുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം അത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധു, ഏറ്റവും ദുഷ്കരമായിട്ട് മാറുന്നത് കാലാവസ്ഥയാണ്. കനത്ത മഴയാണ്, ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയാണ്. അതോടൊപ്പം തന്നെ രാത്രി ആകുന്നതോടുകൂടി ഈ രക്ഷാദൗത്യം സ്വാഭാവികമായിട്ടും അത് വൈകാനുള്ള കാരണമായി മാറും. ഈ താഴ്ഭാഗത്തു കൂടി ഒഴുകിപ്പോകുന്ന പുഴയിൽ ജലനിരപ്പ് ഉയർന്നു വരുന്നുണ്ട് മാധു. ജലനിരപ്പ് ഉയർന്തോറും ഈ തൊട്ട് മുകളിലുള്ള മൺതിട്ടകൾ ഉൾപ്പെടെ താഴേക്ക് വീണ്ടും വീണ്ടും അടർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് ദൗത്യത്തെ ബാധിക്കും. ആ മൺതിട്ടയിൽ ഉൾപ്പെടെ ഇറങ്ങി നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ അത് ഭീഷണിയായി മാറുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടുള്ള ദൗത്യം അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ പാകത്തുള്ള ഇടപെടലുകൾ തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ, രക്ഷാപ്രവർത്തനം നടത്തുന്ന NDRF സംഘം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് ഇവിടെയുള്ള ആളുകളുടെ സുരക്ഷിതത്തെക്കുറിച്ചാണ്. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ ഇവിടെ അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള നേരത്തെ ദുരന്തമുണ്ടായ അട്ടമലയിലും പുഞ്ചിരിമട്ടത്തും ആ മേഖലയോട് ചേർന്ന് താമസിക്കുന്ന ചൂരൽമലയിലെ വിവിധ ഇടങ്ങൾ, സർക്കാർ അനുവദിച്ച ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെയുള്ള പ്രദേശവാസികളെയൊക്കെ തന്നെ വളരെ സുരക്ഷിതമായി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്.
വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ നടന്നാണ് പോകുന്നത്. മറ്റു പാതകളില്ല. അവിടെയുള്ള മനുഷ്യരുടെ ദയനീയത ആ ദുരന്തമുണ്ടായ സമയത്ത് തന്നെ നമ്മൾ ലോകത്തോട് പറഞ്ഞതാണ്. മറ്റു ഗതാഗത പാതകളൊന്നും തന്നെ അവരെ സംബന്ധിച്ചില്ല. ഇത്തരമൊരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ അവർ ഇനിയും ആശങ്കയുടെ നാളുകളാണ് അഭിമുഖീകരിക്കാനുള്ളത്. നേരത്തെ ഒരു പ്രദേശവാസി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. കാരണം ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനം മുതൽ തന്നെ അവരുടെ വീട്, അവരുടെ സ്വത്തും അവരുടെ പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെ ഭീഷണി ഉണ്ടാകുമെന്നൊരു ആശങ്ക അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. കാരണം പരിസ്ഥിതി ലോല മേഖലയാണിത്. പശ്ചിമഘട്ട മലനിരയോട് ചേർന്ന് നിൽക്കുന്ന ഏത് നിമിഷവും ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ള, മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിൽ കാലങ്ങളായിട്ട് വീട് വെച്ച് താമസിക്കുന്ന അവരെ സംബന്ധിച്ച് പ്രകൃതിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തുരന്നൊരു പാതയുണ്ടാക്കുമ്പോൾ അവരുടെ വീടിനും സ്വത്തിനും വീട്ടുകാർക്കൊക്കെ തന്നെ അപകടം സംഭവിക്കുമെന്നൊരു ആശങ്ക അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇതിലെ വിദഗ്ധരുടെ ഉൾപ്പെടെ വിശദമായിട്ടുള്ള പഠനം, പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷം ആരംഭിച്ച ഒരു പദ്ധതിയാണെന്ന് അവകാശവാദവുമായിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷേ കരാർ കമ്പനിക്ക് സംഭവിച്ച വീഴ്ചയാണെന്നൊരു ഭാഗത്ത് രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുമ്പോഴും അത് മാത്രമാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന ചോദ്യങ്ങൾ തന്നെയാണ് മധു ഇവിടെ ബാക്കിയാകുന്നത്. കേവലം അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പ് മാത്രമാണോ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. വിശേഷം കരാർ കമ്പനിക്ക് അങ്ങനെ സ്വയം ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യമൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. മന്ത്രിമാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇക്കാര്യത്തിൽ പ്രകൃതി ദുരന്തമല്ല മറിച്ച് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നൊക്കെ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് കാരണമെന്നുള്ളതാണ് അറിയേണ്ടത്. വിശേഷം രാജ്യത്തെ തന്നെ നടുക്കിയ ഈ ചൂരൽമല ദുരന്തമുണ്ടായ മേഖലയിൽ നിന്നും ഏകദേശം കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ളൊരു മേഖലയോട് ചേർന്ന് പ്രകൃതി പൂർണ്ണമായിട്ടും തുരന്നൊരു പാത നിർമ്മിച്ചെടുക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരുന്നു എന്ന ചോദ്യങ്ങൾക്ക് തന്നെയാണ് ഇനി മറുപടി ലഭിക്കേണ്ടത്. അധികൃതർ തന്നെയാണ് അതിന് മറുപടി നൽകേണ്ടത്. നേരത്തെ ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്ന മനുഷ്യർ അവർ ഇത്തരത്തിൽ ഓരോ സമയവും പലായനം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടെന്ന് നമ്മളോട് പങ്കുവെച്ചതാണ്. അപ്പോൾ അതിനൊക്കെ തന്നെയുള്ള ഒരു മറുപടി തന്നെയാണ് ഇനി ലഭിക്കേണ്ടത്. അത് അധികൃതർ തന്നെയാണ് നൽകേണ്ടത്. കാരണം നിരവധി മനുഷ്യർ ഇപ്പോഴും ഈ ചുറ്റുഭാഗങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 900 കണ്ടി പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് നിരവധി വിനോദസഞ്ചാരികൾ കടന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് ചൊവ്വാഴ്ച ദിവസമൊക്കെ തന്നെ ആയതുകൊണ്ട് അത്രയധികം വിനോദസഞ്ചാരികൾ ഈ ഒരു മേഖലയിലുണ്ടായിരുന്നില്ല. ഇതാ ഇപ്പോൾ ഒരു ശക്തമായുള്ള കാറ്റും ഈ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ചാറ്റൽ മഴയോട് കൂടിയുള്ള ശക്തമായുള്ള കാറ്റുൾപ്പെടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിവരമറിയുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലുള്ള തൊട്ടടുത്ത ജില്ലകളിലുള്ള ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, നിരവധി ആളുകൾ അനാവശ്യമായിട്ട് ഇത് കാണുന്നതിന് വേണ്ടി ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. മേപ്പാടിയിൽ ഉൾപ്പെടെ നാട്ടുകാർക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ ഈ രക്ഷാപ്രവർത്തനവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നു. എന്തായാലും ദൗത്യം ആ നിലയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും സ്പോട്ട് ചെയ്ത മേഖലയിലേക്ക് ഹിറ്റാച്ചികൾ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. മണ്ണ് പാലത്തിൽ നിന്നുള്ള മണ്ണിട്ടിട്ടകൾ പൂർണ്ണമായിട്ടും നൽകുന്നത്. മേപ്പാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങൾ ലഭ്യമല്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എത്ര രാത്രിയായാലും തുടരുമെന്നുള്ളതാണ് നേരത്തെ ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയത്.